ഹായ് ഓൾ. നമ്മുടെ വസൂസ് ട്രെയിനിങ് അക്കാദമിയുടെ പേരൊന്ന് മാറ്റി വിവാൻ അക്കാദമി എന്നാക്കിയിട്ടുണ്ട്. എൻ്റെ വീഡിയോസും ക്ലാസ്സും കേൾക്കുന്ന എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, അപ്പം ഞാനിന്ന് എടുക്കുന്നത് 10ാം ക്ലാസ്സിലെ ദ സീഡ്ലിംഗ് എന്ന് പറയുന്ന കവിതയാണ്. കവിതയുടെ നമുക്ക് ലെറ്റസ് റീഡ് ആൻഡ് എൻജോയ് ഒന്ന് വായിച്ചു നോക്കാം. Problems should be seen as opportunities. We should be solution provides who transform the world. Can we continue to stay motivated even when the path of success is long, difficult and challenging? എന്താ പറഞ്ഞിരിക്കണേ? ഞങ്ങൾക്ക് ഓരോ പ്രശ്നം ഉണ്ടാവുമ്പോഴും ആ പ്രശ്നത്തിനെയൊക്കെ നമ്മൾ എന്തായിട്ട് കാണണം? നമുക്ക് കിട്ടുന്നൊരവസരമായിട്ട് കാണണം. നമ്മുടെ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന പരിഹാരങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം നമ്മൾ. അതെന്ത് പ്രശ്നം ഉണ്ടായാലും അതിന് പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റുന്ന ആൾക്കാരാവണം നമ്മൾ. പിന്നെന്താ, വിജയത്തിൻ്റെ പാത എന്ന് പറയുന്നത്, വിജയത്തിൻ്റെ വഴി എന്ന് പറയുന്നത് വളരെ നീളമുള്ളതും അതേപോലെ തന്നെ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതുമായിരിക്കും. ദുഷ്കരം എന്നൊക്കെ പറയാം. ബുദ്ധിമുട്ട് നിറഞ്ഞതും വെല്ലുവിളി നിറഞ്ഞതും ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ പ്രചോദനം നിലനിർത്താൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് എത്ര വലിയ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വന്നാലും നമുക്കതിനെയൊക്കെ എന്ത് ചെയ്യുക? ചലഞ്ച് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. The seedling shows how nature can inspire us to persevere in the face of adversity. അതായത് പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ നേരിടാൻ പ്രകൃതി നമ്മെ എങ്ങനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യും അല്ലെങ്കിൽ പ്രചോദിപ്പിക്കും എന്നാണ് ഈ സീഡ്ലിംഗ് എന്ന് പറയുന്ന കവിതയിൽ കാണിക്കുന്നത്. അപ്പോൾ ദ സീഡ്ലിംഗ് എഴുതിയ ആളുടെ പേരാണ് പോൾ ലോറൻസ് ഡൻബാർ. എന്താണ്? പോൾ ലോറൻസ് ഡൻബാർ. നോക്കാം, നമുക്ക് കവിതയുടെ ആദ്യത്തെ വരി നോക്കാം. As a quiet little seedling lay within its darksome bud, to itself it fell a talking, and this is what it said. എ ക്വയറ്റ് ലിറ്റിൽ സീഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ശാന്തമായിട്ടുള്ള ഒരു ചെറിയ തയ്യ്. ലേ വിത്തിൻ ഇറ്റ്സ് ഡാർക്ക് സം ബേർഡ്, അതിൻ്റെ ഇരുണ്ടത്, ഡാർക്ക് സം എന്ന് പറഞ്ഞാൽ ഇരുണ്ട കിടക്കയിൽ കിടക്കുമ്പോൾ, ലേ എന്ന് പറഞ്ഞാൽ കിടക്കുക. അപ്പോൾ ലേ വിത്തിൻ ഇറ്റ്സ് ഡാർക്ക് സം ബേർഡ്, അതിൻ്റെ ഇരുണ്ട കിടക്കയിൽ കിടക്കുമ്പോൾ അതെന്താണ്? ടു ഇറ്റ് സെൽഫ് ഇറ്റ് ഫെൽ എ ടോക്കിംഗ്. അതെന്ത് ചെയ്യണം? അത് സ്വയം സംസാരിക്കാൻ തുടങ്ങുകയാണ്. എന്ത്? ആൻഡ് ദിസ് ഈസ് വാട്ട് ഇറ്റ് സെഡ്, അത് പറഞ്ഞതാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കവി പറഞ്ഞിരിക്കുന്നത് ഒരു സീഡ്, അതായത് ഒരു വിത്ത് ഒരു സീഡിൻ്റെ കവറിങ്ങിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ സീഡ് പറയുന്ന കാര്യങ്ങളാണ് നമ്മളോട് ഇവിടെ പറയുന്നതെന്നാണ് പറയുന്നത്. ഒരു വിത്ത്, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ പയറിൻ്റെയൊക്കെ വിത്താന്ന് വിചാരിക്കും. അപ്പോൾ വിത്ത് അതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ പയറിൻ്റെ കോട്ടിങ്ങിൻ്റെ ഉള്ളിലായിരിക്കും അത് കിടക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് ആ വിത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഒരു വിത്ത് അത് എന്തിൻ്റെ ആവട്ടെ, അത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ് ഈ 4 വരികൾ ഈ പദ്യത്തിൽ പറയാൻ പോകുന്നത് കേട്ടോ. I am not so very robust, but I will do the best I can. And the seedling from that moment, its work of life began. എന്താ പറയണേ? ഞാൻ അത്ര ശക്തനല്ല, വെരി റോബസ്റ്റ് അല്ല. ഐ എം നോട്ട് സോ വെരി റോബസ്റ്റ്. റോബസ്റ്റ് എന്ന് പറഞ്ഞാൽ ശക്തൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഞാൻ അത്ര ശക്തനല്ല, ബട്ട് ഐ വിൽ ഡു ദ ബെസ്റ്റ് ഐ ക്യാൻ. പക്ഷേ എനിക്ക് കഴിയുന്ന അത്ര നന്നായിട്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റും. എനിക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാനായിട്ട് എനിക്ക് പറ്റും. ആൻഡ് ദ സീഡ്ലിംഗ് ഫ്രം ദാറ്റ് മൊമെൻറ്റ് ഇറ്റ്സ് വർക്ക് ഓഫ് ലൈഫ് ബിഗൻ. അതായത് ഒരു വിത്തായിരിക്കുന്ന ആ നിമിഷം മുതൽ ഞാൻ എൻ്റെ ജോലി ആരംഭിച്ചു, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ആരംഭിച്ചു. ജീവിതത്തിൽ എന്തൊക്കെ വർക്കുകളാണോ ഞാൻ ചെയ്യേണ്ടത് ആ പ്രവർത്തനം ആരംഭിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഞാൻ അത്ര ശക്തനല്ല, എന്നാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യും, അതിൻ്റെ ഏറ്റവും നല്ലത് ഞാൻ ചെയ്യും. എന്നിട്ട് പറയാണ്, ഞാൻ എപ്പോഴാണോ സീഡായിരിക്കുന്നത് അപ്പം തൊട്ട് എൻ്റെ ജീവിതത്തിലെ വർക്കുകൾ ആരംഭിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ. So it pushed a little leaflet up into the light of a day to examine the surroundings and show the rest the way. അതായത് പറയണത്,
അതായത് ചുറ്റുപാടുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പരിശോധിക്കാൻ പറ്റും എനിക്ക്. അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് വഴി കാണിക്കാനും പറ്റും. അതൊരു ചെറിയ ഇല പകൽ വെളിച്ചത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടാണ് ചെയ്യാന്നാണ് പറയണത്. അതായത് സോ ഇറ്റ് പുഷ്ഡ് എ ലിറ്റിൽ ലീഫ്ലെറ്റ്, ഒരു ചെറിയ എന്താ പറയുക ഇലയെ പുറത്തേക്ക് തള്ളിവിടും. അപ്പ് ഇൻ ടു ദ ലൈറ്റ് ഓഫ് ഡേ, അതായത് എന്താണ് വെളിച്ചത്തിൽ അല്ലേ, അതായത് എന്താ പറയുക വെളിച്ചത്തിലേക്കാണ് തള്ളിവിടുന്നത്. അതായത് ഒരു ഇലേനെ വെളിച്ചത്തിലേക്ക് തള്ളിവിടും. ടു എക്സാമിൻ ദ സറൗണ്ടിങ്സ്, ഞാൻ ചുറ്റുമുള്ളതൊക്കെ പരിശോധിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ആൻഡ് ഷോ ദ റെസ്റ്റ് ദ വേ, ബാക്കിയുള്ളവയ്ക്ക് ഞാൻ എന്ത് ചെയ്യും, വഴി കാട്ടുകയും ചെയ്യും എന്നാണ് പറയുന്നത് കേട്ടോ. The leaflet liked the prospect, so it called its brother stem. Then 2 other leaflets heard it and quickly followed them. എന്ന് വെച്ചാൽ ആ ഇലയ്ക്ക് അവിടുത്തെ അന്തരീക്ഷവും പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള സാധ്യതകളൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിൻ്റെ എന്താ പറയുക സഹോദരനായിട്ടുള്ള ആരെ വിളിക്കുകയാണ്, സ്റ്റെമ്മിനെ വിളിക്കുകയാണ് അല്ലേ. സ്റ്റെമ്മിനെ വിളിച്ചിട്ട് വിളിക്കുന്ന സമയത്ത് ബാക്കി 2 ഇലകളും കൂടി അത് കേൾക്കുകയാണ്. വേഗത്തിൽ അവരെന്ത് ചെയ്യാണ്, മറ്റേതിനെ പിന്തുടരുകയാണ്, ആദ്യത്തെ ഇലേനെ പിന്തുടരുകയാണ്. അപ്പോൾ എന്താണ്, ദ ലീഫ്ലെറ്റ് ലൈക്ക്ഡ് ദ പ്രോസ്പെക്ട്. ലീഫ്ലെറ്റ് ഒരു ഇല പുറത്ത് വന്ന് ചുറ്റും നോക്കി, ഓക്കെ ഇവിടെ ഓക്കെയാണ്, ഇവിടെ ഒരു കുഴപ്പമില്ല, ഇവിടെ സെറ്റാണെന്ന് അതിന് മനസ്സിലായപ്പോൾ സോ ഇറ്റ് കോൾഡ് ഇറ്റ്സ് ബ്രദർ സ്റ്റെം, അതിൻ്റെ സഹോദരനായിട്ടുള്ള സ്റ്റെമ്മിനെ, സ്റ്റെം എന്ന് പറഞ്ഞാൽ എന്താണ്, ആ തണ്ടിനെ വിളിക്കുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ഒപ്പം 2 ഇലകളും കൂടെ ഈ വിളിക്കുന്നത് കേൾക്കും. ആര്, പുറത്ത് വന്ന ഇല വിളിക്കുന്നത് കേൾക്കും. ആൻഡ് ക്വിക്ക്ലി ഫോളോഡ് ദം, അപ്പം എന്ത് ചെയ്യും, അവർ പെട്ടെന്ന് ആരെ ഫോളോ ചെയ്ത് വരും, ആദ്യം വന്ന ഇലനെ ഫോളോ ചെയ്ത് പുറത്തേക്ക് വരും എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്തത്